ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇന്നലെ പരീക്ഷ എഴുതിയവരുണ്ട്. അവരെല്ലാം നമ്മളിപ്പോൾ ഓർക്കുകയാണ്. ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ വന്ന് ഈ അൾത്താരെ മുട്ടുകയെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്. അവർ ഇന്നലെ പോയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ദിവസങ്ങളൊക്കെ എഴുതാൻ പോകുന്ന മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ ഭാഗോടുമ്പടി നടക്കേണ്ട വീടുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ PSCയോ എന്തെങ്കിലും അതുപോലെ ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എഴുതിവിട്ട പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോകുന്ന ദിവസങ്ങളെ, ഈ ദിവസങ്ങളുണ്ടെങ്കിൽ കർത്താവെ അതെല്ലാം ഏറ്റെടുത്തിട്ട് ആരെല്ലാം അങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരെല്ലാം നിരാരംഭരായിട്ട് ജീവിതത്തിലെ ആ ഒരു വിഷയം കാത്തിരിക്കുന്നുണ്ടോ, അവരെല്ലാം കണ്ണീർ തുടച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. മക്കളെ, വളരെ ഗൗരവത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സാമ്പത്തികമായ ബാധ്യതകൾ വന്നുപോയവര്, പല കാര്യങ്ങളും അവർക്കറിയാം അവരെ കൊണ്ട് ഈ കടം വീട്ടാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ ഈ ദിവസങ്ങളൊക്കെ 4 കോടി കടവുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഓർക്കുകയാണ് അച്ഛൻ. ഈ ദിവസങ്ങളിൽ ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ ഓർക്കുന്നു. അവർക്കെല്ലാം അന്ത്യനിമിഷം വരെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. അവിടെ നടപടിയെല്ലാം കർത്താവിന് സമർപ്പിക്കുകയാണ്. നമ്മൾ വീടില്ലാത്തവരെ, വീട് കിട്ടാൻ സാധ്യതയുള്ളവരെ, അതിൻ്റെ കമ്മീഷൻ, അതിൻ്റെ കമ്മിറ്റികൾ കൂടുന്ന സമയം എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവർക്കും ന്യായമായി അവകാശപ്പെട്ട എല്ലാവർക്കും, ന്യായമായി യോഗ്യതയുള്ള എല്ലാവരെയും കർത്താവ് ഈ അൾത്താരയിൽ അവർ ഉടമ്പടി എടുത്താലും ഇല്ലെങ്കിലും അവരെ കണ്ണീരോടെ സമർപ്പിക്കുന്നു. ഈശോ, അങ്ങിൽ ആശ്രയിക്കുന്ന മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആശുപത്രി കിടക്കുന്നവരും വെന്റിലേറ്റർ കിടക്കുന്നവരും കർത്താവെ, ഈ നിമിഷം കർത്താവെ, ഈ ആഴ്ചയിൽ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ, ഈ ആഴ്ചയിൽ ഡെലിവറിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ, ഈ ആഴ്ചയിൽ കർത്താവെ ഒരു പ്രഗ്നൻ്റ് ആകുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ച് കഴിയുന്നവരെ എല്ലാവരും ആശീർവദിക്കട്ടെ, എല്ലാവരും ആശീർവദിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനേ, അത്യുന്നതനേ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പ്രിയമുള്ളവരെ, കല്യാണം ഒത്തുവരാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ചേട്ടന്മാരെ, 37 വയസ്സുള്ള ചേട്ടന്മാരൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട്. അവരൊക്കെ ഈ ആഴ്ചയിൽ അനുഗ്രഹിക്കും. കല്യാണം ഒത്തുവരാത്തവർ, കല്യാണം കെട്ടിയിട്ട് ജീവിതം വല്ലാത്ത അവസ്ഥയിലായിപ്പോയി പിരിഞ്ഞു പോയവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. കേസിന് പോകണോ, അദാലത്തിന് പോകണോ, ഇങ്ങനെ ഈ ദിവസം കേസുള്ളവരുണ്ട് കല്യാണത്തിൻ്റെ. അവരെല്ലാം ഈ ആരാധനയിൽ ഓർക്കുന്നു. ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട്. ഈ ആഴ്ചയിൽ വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, തിരിച്ചു വരുന്നവരുണ്ട്, വിസ ഇപ്പോഴും കിട്ടാത്തവരുണ്ട്, ഇപ്പോഴും OCT പരീക്ഷ എഴുതുന്നവരുണ്ട്. അവരെല്ലാം ഈ നിമിഷം ഓർക്കുകയാണ്. വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ,
പുതിയ സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ, വീട് വെൽപ്പ് ഉൾപ്പെടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരുണ്ട്. അവരെ കർത്താവിന് പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ ഈശോയെ ഏൽപ്പിക്കുന്നു. ഈ ആഴ്ച നടക്കുന്ന ഒത്തുകല്യാണമുണ്ട്, കല്യാണ ആലോചനകളുണ്ട്. അതെല്ലാം കർത്താവെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഇത് സാധാരണ പ്രാർത്ഥന ഉടമ്പടിയും തമ്മിൽ നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കണം. ഇത് കണ്ടേ, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളെ കേൾക്കില്ല. അപ്പോൾ അതിൻ്റെ ചാൻസ് ഉണ്ട്. പ്രാർത്ഥന ബദിരകരണങ്ങളിൽ തട്ടി തിരിച്ചു പോരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഉടമ്പടി സംബന്ധിച്ചിടത്തോളം ബയലാട്രൽ എഗ്രിമെൻ്റാണ്. ദൈവം ഒരു കക്ഷിയാണ് ഇതിൻ്റെ അകത്ത്. ഉടമ്പടി ചെയ്യുന്നവരെല്ലാവരും മനസ്സിലാക്കണം, നിങ്ങൾ ഉടമ്പടി ഉഴപ്പുമ്പോൾ ഉടമ്പടി എടുക്കാതിരുന്ന കാലത്തേക്കാളും പാപത്തിലാണ് ജീവിക്കുന്നത്. കാര്യം എന്താണ്? ദൈവമായിട്ടൊരു കക്ഷിയുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യണത്. എന്നിട്ട് നക്കാപ്പിച്ച അനുഗ്രഹത്തിന് കിട്ടിയില്ല, താമസിച്ച് പോയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പഴയ മനസ്സിരിപ്പ് പോലെ ജീവിക്കുകയാണ്. അത് വന്നാൽ മിക്കവാറും നിങ്ങളുടെ അതിൻ്റെ റിപ്രക്കഷൻസ് വന്നാൽ കൊടുത്തു വിട്ടാൻ കയ്യിൽ ഒന്നും ഉണ്ടാകത്തില്ല. കാര്യം അത് എങ്ങനെ കൊടുത്തു വിടുമെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല. ഉടമ്പടി ഉഴപ്പാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ ജീവിച്ച് വളരാൻ വേണ്ടിയാണ് അതിൻ്റെ അകത്ത് മുഴുവനുമുള്ള ആ ഡിസൈനെല്ലാം അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ ജീവിച്ച് തളരുമ്പോൾ നിങ്ങളൊരു വല്ലാത്ത തളർച്ചയിലേക്കാണ് പോണത്. ഉടമ്പടി ജീവിച്ച് വളരുകയാണ് ചെയ്യണത്. പക്ഷേ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ആദ്യത്തെ ഉടമ്പടി ഉശിരി നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ അവതാളത്തിലാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം അത് ആരുടെയും കുഴപ്പമില്ല, നിങ്ങളുടെ നേച്ചർ ആണ്, നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്. പണ്ട് പോലെ ദൈവത്തിൽ നിന്ന് വല്ലതും കിട്ടിയാൽ മാത്രമേ ദൈവത്തിന് മുമ്പ് വാലാട്ടിക്കൊണ്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചില പട്ടികൾ കഴിക്കത്തില്ലേ, അതുപോലെ ചെയ്യും നിങ്ങൾ മനുഷ്യർ. അപ്പം അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങളുടെ സ്വഭാവം പണ്ടേ അങ്ങനെയായിരുന്നു. അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയും ദൈവത്തിന് വിലയില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു കെട്ട ജീവിതമുണ്ട്. ആ ജീവിതത്തോട് എന്നേക്കും ബൈ പറയാൻ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഉടമ്പടി എടുക്കാനുള്ള പ്രാഥമിക യോഗ്യത കിട്ടത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത് വളരുന്നതിന് പകരം ഉടമ്പടി എടുത്ത് തളർന്നു കഴിഞ്ഞാൽ ആ തളർച്ച വല്ലാത്ത തളർച്ചയായിരിക്കും എന്നുള്ള സുവിശേഷ അറിവ് പകർന്നതിന് നന്ദി പറയുന്നു. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിലെ ഉടമ്പടി ജീവിതത്തിലെ വന്നു പോയിട്ടുള്ള തളർച്ചകളെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു. എന്റെ കർത്താവേ, വാസനത്തറയിലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഗ്രന്ഥമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത യാചിക്കുന്നു. എന്റെ അരൂപിയെ എനിക്ക് തിരിച്ചു തരണമേ, ശക്തീകരിക്കണമേ. ചൈതന്യം ഞങ്ങൾക്ക് തിരിച്ചു തരണമേ. ഹാലലൂയ, ഹാലലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹാലലൂയ. കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിട പ്രാർത്ഥന വരമേകും സ്നേഹനാഥേ. കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിട പ്രാർത്ഥന വരമേകും സ്നേഹനാഥേ. ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എല്ലാ വിഷയത്തിനും. സൂക്ഷ്മത, ദൈവം നിങ്ങൾക്കൊരു സൂക്ഷ്മത തരും.
അത് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന അനുഗ്രഹം കിട്ടാത്തതിൻ്റെ പേരിൽ അല്പം തണുത്തു പോയാലും ദൈവം തണുക്കത്തില്ല. അതെപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇപ്പം നമുക്ക് ഈ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് അവരെല്ലാം ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ചിലപ്പോൾ തണുത്തു പോകാനുള്ള സാധ്യതയുണ്ടേ. പക്ഷെ ദൈവം തണുക്കത്തില്ല. തണുത്തു പോകുമെന്ന് പറയുന്നത് ഇപ്പോൾ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകും. ടേക്ക് ദ ബിഡ് എഫോർട്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ആരാധന ജീവന്റെ തിരുമോചനേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 24:12. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ. ഇപ്പം നമ്മൾ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. വീട്ടിലുള്ള കയ്യിരിപ്പ് മോശമാണെങ്കിലും നമ്മുടെ ദൈവസ്നേഹം തണുത്തു പോകും. ഇപ്പം നമ്മൾ ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ വെള്ളമടിച്ച് കഞ്ചാവ് അടിച്ച് തോന്നിവാസം കഴിഞ്ഞ് കണ്ടവൻ്റെ കരുത്തേക്ക് കയറി കള്ളക്കേസും പറഞ്ഞ് നടക്കുന്ന പാർട്ടി ഉണ്ടെങ്കിലേ ഇത് ഈ ആളാണ് നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ ഈ അണ്ണന്മാരുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്നേഹം തണുത്തു പോകും. 24:12 വായിച്ച്. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ആകപ്പാടൊരു ആശ്വാസം ഉടമ്പടിയിൽ എന്താണെന്നറിയാവോ? ഉടമ്പടി ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ? അപ്പോൾ നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം ശ്രുതികട്ടെ ഹല്ലേലൂയ ആരാധന ജീവന്റെ തിരുമോചനേ ജീവന്റെ തിരുമോചനേ. 2 തിമോത്തിയോസ് 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഒന്നിരി പറഞ്ഞ് നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നണില്ലേ? ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടിയിലുള്ള നമ്മുടെ വിശ്വസ്തരായി സാക്ഷികളാക്കി നിർത്തുന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം ദൈവപിതാവേ നന്ദി. ഈ വചനത്തിൻ്റെ കൂടെയാണ് നമ്മൾ മത്തായി 24:12 കൂട്ടിവെക്കേണ്ടത്. എന്താണ്? അതായത് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകും. ഇപ്പം എന്താ പറയണത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അതിൽ ഡ്രോ ചെയ്യുന്ന കൺക്ലൂഷൻസ് എന്താണ്? നമ്മൾ ദൈവസ്നേഹത്തിൽ തണുത്തു പോയാലും ദൈവത്തിന് തണുപ്പില്ല. ദൈവം ആദ്യം ഉണ്ടായിരുന്ന അതേ ചൂട് തന്നെ നമ്മളോട് വിശ്വസ്ത തന്നെ നമ്മോട് കാണിച്ചുകൊണ്ടിരിക്കും. കൈയടിക്കട്ടെ. മഹത്വം
hallelujah. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, പള്ളിയിലുള്ള അച്ഛനും എല്ലാവരും പറയുമായിരുന്നു, ഓരോരോ ഡോക്ടേഴ്സിൻ്റെ പേര് പറയും. അപ്പോൾ ഞങ്ങൾ ഓരോരോ ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അലോപ്പതി പോവും, ആയുർവേദം പോയി, ഹോമിയോ പോയി, സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. ഒരു കുറവുമില്ല. അവർ പറയും ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അത് കഴിക്കാതിരിക്കുമ്പോൾ ഒരു 2 ദിവസം 3 ദിവസം കുറയും, പിന്നെ അതിൽ കൂടുതൽ വന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും അത് ശരിയാവാണ്ടാവുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, മാതാവ് ഇത് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം ഈ അവൻ്റെ അസുഖം. അപ്പോൾ ഇത് നിൻ്റെ കൃപയിൽ കൂടി തന്നെ, നിൻ്റെ തിരുക്കുമാരനിൽ കൂടി തന്നെ ഇത് ഞങ്ങളെ സാക്ഷികളാക്കിയിട്ട് മാറ്റണം, ഇത് മാറ്റി തരണത് അങ്ങനെയാവണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ അച്ഛൻ്റെ ടോക്കുകളും ഞാൻ കേൾക്കുമായിരുന്നു. ഞാനത് എല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു, യൂട്യൂബിൽ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ജൂൺ 20 അച്ഛൻ്റെ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, എനിക്കൊരു സന്ദേശം കിട്ടുന്നുണ്ട്. അത് എനിക്ക് കാണുന്നത് ഒരു നല്ല വെളുപ്പുമല്ല, എന്നാൽ നല്ല കറുപ്പല്ല, ഒരു ഇരുനിറമായിട്ടുള്ള പ്രകൃതമാണ്. ആ ആളുടെ ചെവിയിൽ നിന്നും ഒരു വിരലിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പോലെ കാണിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ആ നീളത്തിൽ ഒരു ബ്രൗൺ കളറ്, പിന്നെ ഒരു പുകയിലയുടെ ഒരു ആ കളറൊക്കെ ആയിട്ട് ഒരു സാധനം പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ആ ആളുടെ ചുണ്ട് ഭയങ്കര തടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ മകൻ്റെ ചുണ്ട് ഭയങ്കര ചുവന്നിട്ടാണ് ഇരിക്കുന്നത്. ആ മകനെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഈശോ അതെൻ്റെ മകനായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഞാൻ വൈകിട്ട് ഇവൻ ക്ലാസ് വിട്ട് വന്നപ്പോൾ ഞാൻ മറന്നുപോയി അത് പറയാനായിട്ട്. വൈകിട്ട് ഹസ്ബൻഡും ഇവനും കൂടി TV കാണുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നേ. അപ്പം ഞാൻ വന്നിട്ട് ഇവനോട് പറഞ്ഞു, മോനെ ഇന്ന് അച്ഛൻ്റെ ക്ലാസ്സിൽ അച്ഛൻ ഒരു സന്ദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മകൻ്റെ ചുണ്ട് ഭയങ്കര തടിച്ചിട്ടാണ് ഇരിക്കുന്നത്, നന്നായിട്ട് ചുവന്നിട്ട് ഇരിക്കുന്നുണ്ട്, ആ മകനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഞാൻ നീ ആവണേന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞു ചെവിയിൽ നിന്ന് ഒരു സാധനം വരുന്നുണ്ടെന്ന് പറഞ്ഞു ആളുടെ. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ മമ്മി ഞാനിന്ന് ബസ്സിൽ വരുമ്പോൾ എൻ്റെ ചെവിയിൽ നിന്ന്, അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് കാണുമ്പം ഇടത്തെ ചെവിയാണ്, പക്ഷെ ശരിക്കും ആളുടെ വലത്തെ ചെവിയിൽ നിന്നാണ് സാധനം വരണേന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഈ വലത്തെ ചെവിയിൽ നിന്നൊരു സാധനം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പം നീ സന്ധ്യയായിരിക്കും, അത് നിനക്കുള്ള സാക്ഷിയാവും, അപ്പോൾ അത് നമുക്കൊരു തെളിവിന് വേണ്ടിയിട്ടായിരിക്കും അച്ഛൻ അങ്ങനെ ആ ചെവിയിൽ നിന്ന് വരുന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 8 മണിയൊക്കെ ആവാറായപ്പോൾ അവൻ എൻ്റെ അടുത്ത് ആ സാധനം ചെവിയിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ ഇത്രയും നീളത്തിലെ ഒരു ബ്രൗൺ കളറിലൊരു സാധനം പുറത്തേക്ക് വന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതായി. അപ്പം ഞാൻ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ വലിയ അത്ഭുതമാണ്, നമുക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. അച്ഛനെ കൂടെ തന്നെ അത് സാക്ഷിയായിട്ട് അച്ഛനും കൂടെ തന്നെ അത് പറയിപ്പിച്ചു മാതാവ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ പിന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് ആ ഒരാഴ്ച ഇവന് അത്രയും നാൾ വരാത്ത അത്ര പുണ്ണ് വന്നു, ചുണ്ടിൻ്റെ പുറത്ത് മുഴുവൻ വന്നു, ചോര വന്ന് തുടങ്ങി. ആ ഒരാഴ്ച ക്ലാസ്സിലൊന്നും പോകാൻ പറ്റിയില്ല. 3-4 ദിവസം ക്ലാസ്സിൽ ഞാൻ വിട്ടില്ല, അത്രയ്ക്കധികം പുണ്ണായിരുന്നു വായിൽ. അപ്പോൾ എല്ലാവരും എന്താണാവോ എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു ആഴ്ചയോട് കൂടിയിട്ട് അങ്ങനെ തന്നെ പുണ്ണ് മുഴുവൻ മാറി. പിന്നെ ഇന്ന് വരെ ഒരു പുണ്ണ് പോലും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാതാവ് തിരുക്കുമാരനിൽ കൂടി ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ ഒരു എല്ലാവർക്കും സാക്ഷിയാക്കിക്കൊണ്ട് എൻ്റെ മകനെ മാതാവ് കൊണ്ടുവന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി, 1000 നന്ദി. കൂടാതെ എൻ്റെ കാലുമ്മേ 2 വർഷമായിട്ട് കാലിൻ്റെ ഉപ്പിച്ച് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് കാല് നിലത്ത് വെച്ചിട്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോഴേക്കും കാല് പൊന്തിച്ച് നിൽക്കും. ഞാൻ ആരോട് സംസാരിക്കുകയാണെങ്കിലും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ വേഗം പോയി ഇരിക്കും. ഭയങ്കര വേദനയാണ്.
അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് വേദന കൊണ്ട് ചിലപ്പോൾ ചാടി എഴുന്നേൽക്കും. അപ്പോൾ ഞാൻ കൃപാസനം പേപ്പർ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ കൃപാസനം പേപ്പർ ഞാൻ കാലുമ്മേ വെച്ചിട്ട് സോക്സ് ഇട്ടിട്ട് ഞാൻ കിടക്കും. അപ്പോൾ വേദന ഭയങ്കര വേദനയാണെങ്കിൽ കൂടി ആ കൃപാസനം പേപ്പർ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച ഉടനടി വേദനയൊക്കെ മാറി ഉറങ്ങാൻ സാധിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ കൃപാസനം പേപ്പർ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ കിടക്കാറ്. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ പിന്നെ അത് എന്നാണ് വെക്കാണ്ടായെന്നോ എന്നാണ് എൻ്റെ അത് മാറിയെന്നോ എനിക്കറിയില്ല. ഇപ്പോൾ കുറേ നാളുകളായിട്ട് എനിക്കൊരു വേദനയുമില്ല. എൻ്റെ കാലിന് പൂർണ്ണ സൗഖ്യം തന്ന് മാതാവ് തിരുക്കുമാരനിൽ കൂടെ ഞങ്ങൾ അനുഗ്രഹിച്ചു. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആദ്യമായി ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. എൻ്റെ മകളുടെ MBBS പഠനത്തിന് വേണ്ടി 2017 ഞാൻ ഉടമ്പടി എടുത്തു. അന്ന് 2018 എല്ലാം അമ്മ സാധിച്ചെന്ന് എൻ്റെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഞാനവിടെ വീണ്ടും നിൽക്കുന്നത് എൻ്റെ മകളുടെ 3 വർഷം കഴിയുമ്പോൾ ഒരു കോക്ക് 1 എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട് അവർക്ക്. അത് അവിടെ വെച്ച് നടത്തേണ്ടതായിരുന്നു, പക്ഷേ യുദ്ധം കാരണം അന്ന് നടക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ആ എക്സാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഈ ഓഗസ്റ്റ് 3-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ച് ആ എക്സാം ഉക്രൈൻ ഗവൺമെൻറ് ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ടായി. അതിൽ വിജയം വരിച്ചു. നമ്മൾ ഭയങ്കര ടഫായിരുന്നു അത് പാസ്സാകാനായിട്ട്. കാരണം ഇപ്പം പുതിയ സ്റ്റുഡൻസിനെ അവർക്ക് അവിടെ യുദ്ധം കാരണം വരാൻ പറ്റാത്തത് കാരണം എല്ലാ കുട്ടികളെയും ഒരു മനഃപൂർവ്വം തോപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെടുത്ത് ലൈറ്റ് ആൻഡ് പ്രൈക്കറ്റ് ലിസ്റ്റ് മോളും ഇട്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത് ആ എക്സാം പാസ്സാവുകയാണെങ്കിൽ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് സാക്ഷി പറഞ്ഞിട്ട് മാത്രമേ എൻ്റെ റിലേറ്റീവ്സിനടുത്തോ വേറെ അടുത്തെങ്കിലും ഞാനത് പറയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം മോള് പാസ്സായി. അത് ഞാൻ പഠനം MBBS പഠനത്തിന് വേണ്ടിയുള്ള തുടർന്നിന് 2 വർഷം കൂടിയുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നു. ഓൺലൈനിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ എക്സാം പാസ്സായില്ലെങ്കിൽ അവർക്ക് ഈ പഠനം ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടി, ഇതുവരെയും പഠിച്ചത് കംപ്ലീറ്റ് ആവില്ലായിരുന്നു. അപ്പോൾ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞു. ഈ എക്സാം അവൾ പാസ്സായത് അവളുടെ കഴിവ് കൊണ്ടല്ലാന്ന് അവൾക്കും പൂർണ്ണ ബോധ്യമായിരുന്നു. മാതാവിൻ്റെ ഈശോയ്ക്കും അതിന് 1000 നന്ദി. ലൈറ്റ് ആൻഡ് പ്രേ ലിസ്റ്റ് അവളും ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് പാസ്സാകാൻ വേണ്ടി. 2ാമത് ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ലിവർ സിറോസിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ 3-ാം തീയതി വൈകുന്നേരം വീട്ടിൽ വെച്ച് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്ന് എന്ന് പറഞ്ഞാൽ കൈയും ഒരു വലതുവശം ഫുള്ളായിട്ട് സംസാരിക്കാനോ കൈ അനക്കാനോ കണ്ണ് തുറന്നു തന്നെ ഇരിക്കുമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വില്ല് പോലെ ഇരുന്ന് ഫുള്ളായിട്ട് മനസ്സിലാക്കാനോ ഒന്നിനും പറ്റുന്നില്ല, അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ചേച്ചി എന്നെ ഫോൺ ചെയ്തു. ഞാൻ വീട്ടിലിരുന്ന് മെഴുകുതിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ചേച്ചി ഉടമ്പടി തൈലം ഫുള്ളായിട്ട് പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി ഫുള്ളമായിട്ട് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകുന്ന ആംബുലൻസിൽ വെച്ച് തന്നെ ഉടമ്പടി തൈലം ഞങ്ങൾ പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ചേട്ടനെ കൊണ്ട് അങ്ങനെ കൈ അനക്കാൻ പറ്റി. തൈലം പുരട്ടി മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് കൈ അനക്കി, കാലനക്കി. ആസ്ട്രാമെഡിക്സിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ വിശ്വാസപ്രമാണം ഫുള്ളായിട്ട് ചൊല്ലി. ഹോസ്പിറ്റലിൽ രാത്രി 10:30 മണിയായപ്പോഴാണ് എത്തിയത്. അതിനുശേഷം ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ പറഞ്ഞു എന്താ ഇങ്ങനെ സംഭവിച്ചിട്ട് CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉള്ളിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ബ്ലഡ് CT സ്കാൻ എല്ലാ സ്കാനും നടത്തിയപ്പോൾ മാതാ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞപ്പോഴും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഇന്നലെ ഡിസ്ചാർജായിട്ട് വീട്ടിൽ വന്നു മരുന്ന് കഴിക്കുന്നുണ്ട്. അത് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിച്ചതാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ മകന് സ്റ്റഡി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു 4 വർഷം.
19 4 വർഷമായിട്ടുള്ള ലോണായിരുന്നു. അത് കൊറോണ വന്നപ്പോൾ അടക്കാൻ പറ്റാണ്ട് 3.5 ലക്ഷം രൂപയായിട്ട് പലിശ സഹിതം അവർ ഒന്നിച്ചടക്കണമെന്ന് പറഞ്ഞു. കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാങ്ക് മാനേജറെ ഉടമ്പടി കാശ് രൂപവും ഒപ്പുമായിട്ട് ബാങ്കിൽ ചെന്ന് സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി നീട്ടിത്തന്നോന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വന്നു. 1 മാസം രണ്ടാമത് ഉടമ്പടി പുതുക്കി 1 മാസം കഴിഞ്ഞപ്പോൾ ആണ് ഇത് ഞാൻ ചെയ്തത്. അതിനുശേഷം ബാങ്ക് മാനേജറിന് അവിടെ നിന്നൊരു ഫോൺ വന്നു ഞങ്ങൾക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ ഒരു 10,000 രൂപ അടച്ചിട്ട് 3.5 ലക്ഷം എന്നുണ്ടായിരുന്നത് 1 ലക്ഷം രൂപയായിട്ട് കുറച്ച് തന്നു. ആദ്യം 10,000 രൂപ, പിന്നെ 1.5 മാസ സമയത്തിനുള്ളിൽ ബാക്കി 90,000 രൂപയും കൂടി അടച്ച് ഫുള്ളായിട്ട് ലോൺ സെറ്റിൽ ചെയ്തു. കേസെല്ലാം ക്യാൻസലാക്കി. അതും മാതാവും ഈശോയിലും ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ അവന് രോഗസൗഖ്യം. വലത് കയ്യിൽ 6 അരിമ്പാറയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പലരും സാക്ഷ്യം പറയണ കേട്ടിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി സൗഖ്യപ്പെട്ടിയെന്ന്. ഞാൻ 3 മാസം ആയിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം 1 മാസത്തോളം എല്ലാ ദിവസവും വെളുപ്പിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ അവൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം പുരട്ടി അവനിത് വിശ്വാസമാകാനും കൂടി ഇടയാക്കണേ അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒറ്റ അരിമ്പാറ പോലും ഇപ്പോൾ കയ്യിലില്ല. പൂർണ്ണമായി സൗഖ്യം നൽകി അവന് വിശ്വാസം ആയി മാതാവിൻ്റെ അടുത്ത്. പിന്നെ മാതാവിൻ്റെ അടുത്ത് മകൻ വന്ന് പ്രാർത്ഥിച്ചു. അവന് വിശ്വാസമായി. അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചത്, വിശ്വാസം ലഭിക്കണമേ എന്ന്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരത്തിയുടെ മകത്ത് 6 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. അവന് കുറേ വെള്ളപ്പാണ്ടുണ്ടായിരുന്നു മുഖത്ത്. അപ്പോൾ ആ കുട്ടി കുറേ മരുന്നുകളൊക്കെ തേറ്റും ചേച്ചി ഇങ്ങനെ ഇത് മാറുന്നില്ല, കൊച്ചിനാണെങ്കിൽ സങ്കടം, അവൻ വലുതാകുന്നതനുസരിച്ച് ആ വെള്ളപ്പാണ്ടും വലുതായി വരുവാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടുമെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും ഓരോ ദിവസം ചെല്ലുന്തോറും അത് കുറഞ്ഞു വന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒറ്റ വെള്ളപ്പാണ്ടൊന്നും ഇല്ലാണ്ട് കുട്ടി പൂർണ്ണമായി സൗഖ്യം കിട്ടി. അപ്പം ഞാൻ സാക്ഷ്യം പറയും,